വായന. നിങ്ങൾക്ക് എന്താണ് ഹോബി എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു ഹോബി എല്ലാവർക്കും കാണും. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഹോബീസ് ഉണ്ട്. അപ്പം വായന നല്ലൊരു ഹോബിയാണ് എന്ന് പറയാം. അത് പറയുകയാണെങ്കിൽ ചിലർക്ക് കഥകൾ, ചിലർക്ക് നോവലുകൾ, ചിലർക്ക് ഉപന്യാസങ്ങൾ, ചിലർക്ക് എന്താ പറയുക, സാഹിത്യവുമായി ബന്ധപ്പെട്ട പല ലേഖനങ്ങൾ, അങ്ങനെ ജീവചരിത്രങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റാണ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ചിലരെന്ത് ചെയ്യും, ബുക്ക് ലൈബ്രറിയിൽ പോയി എടുക്കാതെ സ്വന്തം പൈസ ചിലവാക്കി വായിക്കുന്നവരുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഓരോരോ അറിവാകുന്ന സമയം തൊട്ടുള്ള പുസ്തകങ്ങൾ, ഞാൻ പഠിച്ച പുസ്തകങ്ങളെല്ലാം ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഇപ്പോൾ ആരെങ്കിലും പഠിക്കണം തരുമോ എന്ന് ചോദിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. അന്ന് കൊടുത്താൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു തന്നാൽ കൊള്ളാമായിരുന്നു. പിന്നെന്താണ്, മാക്സിമം ഞാനതെല്ലാം മോശമാകാതെ എല്ലാം പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് നല്ല വൃത്തിയായിട്ട് എഴുതിയൊക്കെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പല വിഷയങ്ങളും കയറി എടുക്കുമ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടികളുടെ അടുത്തുനിന്ന് ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പുസ്തകം കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാക്കി കളയല്, വിറ്റ് പത്രത്തിൻ്റെ കൂടെയൊക്കെ വിറ്റ് കളയാനൊക്കെ വെക്കുകയാണെങ്കിൽ അതെനിക്ക് തന്നേക്കോ. ഞാൻ പറയും എന്താണ് പൈസ, ഞാനങ്ങനെ പൈസ കൊടുത്തിട്ടൊക്കെ ഓരോ ക്ലാസ്സിലെയും പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പഠിച്ച കുറേ അധികം പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്ത് PG പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി റെഫറൻസൊക്കെ ആവശ്യമാണ്. അപ്പം ഞാൻ ഒന്നിലധികം ലൈബ്രറിയിൽ നമ്മൾ പോയി മെമ്പർഷിപ്പ് എടുത്തിട്ട് പുസ്തകം എടുക്കും, അത് തിരിച്ചു കൊടുക്കും. അങ്ങനെ ചില സ്വന്തമായിട്ട് വാങ്ങിച്ച് പൈസ കളയുക എന്ന് ഞാൻ പറയുന്നില്ല, പൈസ ഇല്ലെങ്കിലും വാങ്ങിച്ച് എവിടെ നിന്നെങ്കിലുമൊക്കെ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് അത് വായിച്ച് തീർക്കുന്നവരുണ്ട്. അപ്പം അതൊരു നല്ല കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കവിത വായിക്കും എങ്കിലും കുറച്ചൊക്കെ അറിവുകൾ ഉള്ള, ചിലപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒന്ന് പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഒരു പേപ്പറിലായിരിക്കും, അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാനൊന്ന് പരതി നോക്കും. അത് മിക്കവരും ചെയ്യാറുള്ളതാണ്. ഈ പ്രായമുള്ളവർ വരെ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഒരു കഷ്ണം പേപ്പർ കിട്ടി അതിനകത്തിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ശ്രദ്ധ, അതൊക്കെ ഒരു നല്ല കാര്യമാണ്. പിന്നെ പൊതുവായിട്ട് ചിലപ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹോബീസിൽ ഞാൻ വലിയ കാര്യമായിട്ട് കാണുന്നത്. വായന എപ്പോഴും നല്ലതാണ്. ഇപ്പം ചിലർ പറയും ആരൊക്കെയോ എഴുതി വച്ചിരിക്കുന്ന അവരുടെ സാഹിത്യ സൃഷ്ടികൾ നമ്മൾ വായിച്ചിട്ട് എന്ത് പ്രയോജനമാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നവർക്ക് ഒന്നും തന്നെ കിട്ടില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കൊണ്ടായിരിക്കാമല്ലോ ചിലർ പണം മുടക്കി പുസ്തകം വാങ്ങിച്ച് വായിക്കുന്നത്, ഇല്ലെങ്കിൽ സ്ഥിരമായി ലൈബ്രറിയിൽ പോയി പുസ്തകം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വായിച്ച് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിൽ നിന്നും ഒന്നും കിട്ടില്ല എന്നുള്ള ചിന്താഗതിയുണ്ട് അല്ലേ. എല്ലാത്തിനും, ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു പോസിറ്റീവ് ഉണ്ട്. നമ്മൾ ആ പോസിറ്റീവിനെ സ്വീകരിക്കുക എന്നുള്ളത് അല്ലേ. നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാഭാരതം, രാമായണം, അതൊക്കെ മനുഷ്യർ എഴുതിയതാണ്, കഥയാണ്, അങ്ങനെ ദൈവങ്ങളില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അതിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലൊക്കെ ഒരു ഗുണപാഠങ്ങൾ എന്ന് പറയുന്ന പോലെ ഉണ്ട് അല്ലേ. നമ്മൾ കൊച്ചു കുട്ടികളെ തന്നെ പഠിപ്പിക്കുമ്പോൾ കാക്കയെ അത് വെള്ളമില്ലാഞ്ഞിട്ട് വെള്ളം കുറവായിട്ട് കല്ല് പെറുക്കിയിട്ട് വെള്ളം മുകളിലേക്ക് ഉയർത്തി വെള്ളം കുടിച്ച് ദാഹം മാറ്റുക, അങ്ങനത്തെയൊക്കെ കുറേ കഥകളൊക്കെ ഉണ്ടല്ലോ. ആമയുടെ മുകളിൽ, ഇതൊക്കെ കുട്ടികൾക്ക് എന്തിനാണ് കഥയുടെ രൂപത്തിൽ കൊടുക്കുന്നത്? അവരുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളതാണ് ഒന്നാമത്തത്. പിന്നീട് അവരത് വായിച്ചു കഴിയുമ്പോൾ ആ വായനയിലൂടെ അവർ കുറേ കാര്യങ്ങൾ പഠിക്കും. വായിക്കുമ്പോൾ അക്ഷരം നമ്മുടെ ഉള്ളിൽ പതിയുകയാണ് കൂടുതലും, എഴുതുമ്പോഴും അതുതന്നെയാണ്. അങ്ങനെ നമുക്ക് ചില വാക്കുകൾ എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലാക്കാനും ഈ വായനയും നമുക്ക് സഹായിക്കും. പിന്നെ വായനയിലൂടെ നമുക്ക് ഇതെവിടെ നടന്നു, എങ്ങനെ നടന്നു അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും.
അപ്പം കഥയുടെ രൂപത്തിലാവുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു കാര്യം എത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ കുട്ടികൾക്ക് ഈ കഥാപുസ്തകം എന്ന് പറഞ്ഞിട്ട് കഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഓരോ ഗുണപാഠങ്ങൾ നൽകുന്നത്. ശരിയല്ലേ? അപ്പം നിങ്ങൾക്കൊക്കെ ഉള്ള ഹോബീസ് എന്തൊക്കെയാണോ അതിലൊക്കെ ഒരു പോസിറ്റീവ് ഉണ്ട്. അത് കണ്ടെത്തുക, മുന്നോട്ട് വീണ്ടും ആ ഹോബീസ് പിന്തുടരുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കല്ലേ.